ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദൻ എം പി. കേരള PSCയുടെ LDC LGS എക്സാമുകൾക്ക് വരുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പോൾ ഇന്ന് ചേരിചേരാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് എക്സാമാണ്. ചേരിചേരാ സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് PSCക്ക് വരുന്ന ഒരു ചോദ്യഭാഗമാണ്. അതിൽ നിന്നൊരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ചേരിചേരാ സമ്മേളനം എവിടെ വെച്ച് നടന്നു? ബന്ദൂങ്, ഡൽഹി, കെയ്റോ, ബെൽഗ്രേഡ്. ആദ്യത്തെ ചേരിചേരാ സമ്മേളനം ബെൽഗ്രേഡിൽ വെച്ചാണ് നടക്കുന്നത്. യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ് 1961 നടക്കുന്നത് ആദ്യത്തെ ചേരിചേരാ സമ്മേളനം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. NAM ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആദ്യ സമ്മേളനം എവിടെയാണ് നടന്നത്? A. ബന്ദൂങ്, B. ഡൽഹി, C. കെയ്റോ, D. ബെൽഗ്രേഡ്. നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്നതും ബെൽഗ്രേഡിലാണ്. നാം എന്ന് പറഞ്ഞാൽ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പേരാണത്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ഒരു ചേരിയിലും ഇല്ലാത്ത മൂവ്മെൻറ്റ്. 1961 തന്നെ. രണ്ട് ചോദ്യവും ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് തീരുമാനമെടുത്ത സമ്മേളനം. ബന്ദൂങ് ഉച്ചകോടി 1955, ബെൽഗ്രേഡ് ഉച്ചകോടി 1961, കെയ്റോ ഉച്ചകോടി 1964, ഹവാന ഉച്ചകോടി 1979. ബന്ദൂങ് ഉച്ചകോടിയാണ് 1955 ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ നടന്ന ബന്ദൂങ് ഉച്ചകോടി ആണ് നാം രൂപീകരണത്തിന് തീരുമാനമെടുത്ത സമ്മേളനം. അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ പെടാത്തതാര് എന്നുള്ളതാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ പെടാത്തത് ആര്? A. ജവഹർലാൽ നെഹ്റു, B. ജോസിഫ് ബ്രോസ് ടിറ്റോ, C. ഗമാൽ അബ്ദുൽ നാസർ, D. ഫിദൽ കാസ്ട്രോ. അത് വരുന്നത് ഫിദൽ കാസ്ട്രോ ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ പെടാത്തത്. അതിൽ സ്ഥാപക നേതാക്കന്മാർ ഒന്ന് നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റു. മറ്റൊന്ന് ജോസിഫ് ബ്രോസ് ടിറ്റോ തന്നെയാണ്. മറ്റൊരാൾ, അത് ജോസിഫ് ബ്രോസ് ടിറ്റോ എന്ന് പറഞ്ഞാൽ യൂഗോസ്ലോവിയയുടെ അന്നത്തെ നേതാവാണ്. ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്താണ്. ഈ മൂന്ന് പേരും ചേർന്നാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ എന്നറിയപ്പെടുന്നത്. ഫിദൽ കാസ്ട്രോ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് അല്ല. അതുകൊണ്ട് ഇതിൽ പെടാത്തത് ഫിദൽ കാസ്ട്രോ ആണ്. 1961 ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? A. ജവഹർലാൽ നെഹ്റു, B. ജോസിഫ് ബ്രോസ് ടിറ്റോ, C. ഗമാൽ അബ്ദുൽ നാസർ,
ഡി ക്വാമെ ക്രൂമ. അവിടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1961 ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അല്ല, ജോസഫ് ബ്രോസ് ടിറ്റോ ആണ് അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് വരുന്നത്. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961 അത് മറക്കണ്ട. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനം എന്ന സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജോസഫ് ബ്രോസ് ടിറ്റോ ആയിരുന്നു. അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? എ വി കെ കൃഷ്ണമേനോൻ, ബി ജവഹർലാൽ നെഹ്റു, സി ജോസഫ് ബ്രോസ് ടിറ്റോ, ഡി ഗമാൽ അബ്ദുൽ നാസർ. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു, വി കെ കൃഷ്ണമേനോനാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? നിലവിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 115, 120, 125, 130. നിലവിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ 120 അംഗങ്ങളുണ്ട്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ചേർന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? എ ഇന്ത്യ, ബി ഈജിപ്ത്, സി ഉഗാണ്ട, ഡി ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരിയിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ആ ഉച്ചകോടി നടന്നത് ഉഗാണ്ടയിലാണ്. 2024 അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ നടന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ആരാണ്? 2024 ജനുവരിയിൽ നടന്ന 19ാമത് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ആരാണ്? എ നരേന്ദ്രമോദി, ബി അബ്ദാം ഫത്താഹ് എൽ സിസി, സി യൊവേരി മസെവനി, ഡി സിറിൽ റാംഫോസ. രണ്ടായിരത്തി 2024 ജനുവരിയിൽ നടന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ അധ്യക്ഷൻ യൊവേരി മസെവനി ആണ്. യൊവേരി മസെവനി. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ സാമ്രാജ്യത്വ വിരുദ്ധത, ബി വർഗീയത വിരുദ്ധത, സി ആണവ നിരായുധീകരണം, ഡി സൈനിക സഖ്യങ്ങളിൽ ചേരുന്നതിനെതിരായുള്ള നിലപാട്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് വർഗീയത വിരുദ്ധത ആണ്. സാമ്രാജ്യത്വ വിരുദ്ധതയും ആണവ നിരായുധീകരണവും
സൈനിക സഖ്യങ്ങളിൽ ചേരുന്നതിനെതിരായുള്ള നിലപാട്. അന്ന് ഒരുപാട് സൈനിക സഖ്യങ്ങൾ ഉണ്ടായിരുന്നു. ശീതസമരം നടക്കുന്ന സമയമായിരുന്നു അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ. ഇപ്പോൾ സൈനിക സഖ്യങ്ങളിൽ ചേരുന്നതിനെതിരെയുള്ള നിലപാടൊക്കെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ എത്ര ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്? ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ എത്ര ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്? എ 1, ബി 2, സി 3, ഡി 4. മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് കൂടാതെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ PDF നൽകുന്നുണ്ട്. ഇതൊന്നൊരു എക്സാം ചെയ്യുന്നതിനുള്ള ലിങ്ക് നൽകുന്നുണ്ട്. അപ്പോൾ എക്സാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാർക്ക് അറിയാനും അതുപോലെ തെറ്റായ ഉത്തരങ്ങളൊക്കെ അറിയുന്നതിനും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി, അതിൽ കാണാൻ പറ്റും. അതുകൂടാതെ നമുക്കൊരു പുതിയ കോഴ്സ് ഈ PSCക്കാർക്കായിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് നടക്കുന്നുണ്ട്. തീർച്ചയായും അതിലും നിങ്ങൾക്ക് ചേരാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അതിൻ്റെ കോഴ്സിൻ്റെ ലിങ്കൊക്കെ താഴെ നൽകിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി കാണാം.